അപ്പോൾ ആ പോകുന്ന വ്യക്തി ഇപ്പോൾ നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളിനെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ 2 തല്ല് കൊടുത്ത് വിടുമ്പോൾ അദ്ദേഹം പറയും പാമ്പിനെയാണ് നോവിച്ചു വിട്ടാൽ ഞാൻ പോയിട്ട് ഒന്ന് തിരിച്ച് പറയും. അദ്ദേഹം പോയിട്ട് 5 പേരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവർക്ക് പണി കൊടുക്കും. ഈ അങ്ങോട്ട് അടി കൊടുത്ത് വിടുന്ന ആളിന് തിരിച്ച് വന്ന് പ്രതികാരം കിട്ടുന്നത്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അവർ ഉപമപ്പെടുത്തുന്നത്. പക്ഷേ പാമ്പുകൾക്ക് കാഴ്ചയില്ല, കേൾവിയില്ല, ഓർമ്മയില്ല, മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയില്ല. പാമ്പുകൾ സെൻസ് ചെയ്യുന്നത് നാക്കുകൊണ്ട് മാത്രമാണ്. സെൻസിങ് ഓർഗനിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നത് നാക്കിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു പാമ്പ് ഒരാളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ നാവുമായിട്ട് ഉരുമിയിട്ടുള്ള വാവാ സുരേഷിനെ മാത്രമായിരിക്കും. അങ്ങനെ മാത്രമേ പാമ്പുകൾക്ക് തിരിച്ചറിയൂ. എന്നെ അല്ലെങ്കിൽ എന്നെ പോലുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം. ഒരുമാരപ്പെട്ടവരൊന്നും അങ്ങനെ നാവുമായിട്ട് ഉരുമിയോടോ മൂപ്പർക്ക് നാവില്ലാന്ന്. അതെ, പാമ്പിൻ അല്ല, എല്ലാ വിഷത്തിൻ്റെയും സ്വഭാവം വേറെ വേറെ അല്ലേ? അല്ല, പാമ്പിൻ്റെ വെനം 2 രീതിയിലാണ്. ശരീരത്തിൽ ന്യൂറോടോക്സിക്കും ഹീമോടോക്സിനും ആണെങ്കിലും ന്യൂറോ എന്നാൽ രാജവൻപാലിൻ്റെയും മൂർഖൻ്റെയും ശംഖുവരേൻ്റെയും വെനമാണ്. ഹീമോ എന്നാൽ അണലിയുടെ മാത്രമാണ്. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള വെനം ആരുടെയാണ്? ഏറ്റവും കാഠിന്യമുള്ളത് ശംഖുവരേൻ്റെതാണ്. ശംഖുവരൻ വളരെ ചെറിയ പാമ്പാണെങ്കിൽ കടിയേറ്റാൽ നേരെ തലച്ചോറിലേക്ക് പോകുന്ന വെനം. ഏറ്റവും വിലയുള്ള വിഷം ആരുടെയാണ്? ഏറ്റവും കൂടുതൽ അളവിൽ കൂടുതൽ കിട്ടുന്നത് കിങ്കോബര. അല്ല, ഏറ്റവും വില മൂല്യമുള്ളത്? അല്ല, മൂല്യമുള്ളത് കിങ്കോബര തന്നെ. അളവിൽ കൂടുതൽ കിങ്കോബരയ്ക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് നമുക്ക് കാണാൻ പോലും കഴിയില്ല. ശംഖുവരൻ്റെ ഒന്നും കാണാൻ പോലും കഴിയില്ല. തുള്ളി പോലെ, നൂല് പോലെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പക്ഷെ അവൻ ഉഗ്രനാണ്. ഉഗ്രൻ, അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പക്ഷേ 2 പ്രത്യേകതയുണ്ട്. ന്യൂറോടോക്സിക് ആണെങ്കിലും നേരെ തലച്ചോറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നാഗകന്യക എന്നൊക്കെ പറയുന്ന ഏർപ്പാടിനെ കുറിച്ച് കേട്ടു. നാഗകന്യക എന്ന് പറഞ്ഞാൽ പെൺപാമ്പിനെ നാഗകന്യക. അതുകൊണ്ടുള്ള കാര്യം സുരേഷ് തെളിഞ്ഞു. ഉറപ്പാണ് അല്ലേ? അതെ. അതുകൊണ്ടാണല്ലോ സുരേഷിനോട് ചില കന്യകൾക്ക് ചില പ്രണയം ഉണ്ടാകുന്നത്. എന്താണ് എനിക്കറിയില്ല. പാമ്പുകൾക്ക് ചില ഇഷ്ടം സുരേഷിനോട് ഉണ്ടാകാൻ കാരണം നാഗകന്യക എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ആയിരിക്കാം. അല്ലേ? പാമ്പുകൾ ആ ഇനത്തിലെ പാമ്പുകൾ തിന്നും. ചേരയെ കഴിക്കും. പക്ഷെ അണലിയെ കഴിക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു മൂർഖൻ പാമ്പ്, ഒരു പെൺപാമ്പ്, മൂർഖന്റെ പെൺപാമ്പ്, ഇപ്പം ഈ കണ്ട ഇത് പെണ്ണല്ലേ? അതെ, പെണ്ണ്. ചുണ്ട് കൂർത്തുന്നാ പറയാം. അതെ. ഈ പെണ്ണ് എങ്ങനെയാണ് ആ പെണ്ണിനെ ഇണയെ കണ്ടെത്തുന്നത്? അത് ഇണയ്ക്കൊരു ശാശ്വതമായ ഭാവം ഉണ്ടോ? അല്ല, ഈ പീരീഡ് ഭൂമിയിൽ എല്ലാ ജീവികൾക്കും ഈ മാറ്റിംഗ് ടൈം ആകുമ്പോൾ ഒരു ഗന്ധം ഉണ്ടാവും. അത് ഈ ഫീമെയിൽ പാമ്പിനുണ്ട്. അത് ആൺപാമ്പ് വളരെ ദൂരെ നിന്ന് ആകർഷിക്കും. അത് തേടി എത്തുകയാണ് ചെയ്യുന്നത്. അത് ഇണ ചേർന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ആൺപാമ്പിനെ ആരും തല്ലി കൊന്നാലും ഫീമെയിൽ മാത്രം മതി മുട്ട പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. തള്ള അതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ മൂർഖൻ പാമ്പ് ഒരു ഫീമെയിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ മുട്ട വിരിയാനായിട്ട് തള്ളയുടെ ആവശ്യമില്ല. തള്ള പോയാലും മുട്ട വിരിയുന്നു. അതെങ്ങനെയാണ്? താനേ വിരിയുന്നു. അത് ഉരക ജീവികൾക്കെല്ലാം. അതിനൊരു ചൂടിന്റെ ആവശ്യമില്ല. ഇല്ല. പിന്നെ താൻ ഇണചേർന്ന പെൺപാമ്പാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പാമ്പ് എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ? ഇല്ല. ചില സാഹചര്യങ്ങളിൽ ആ മാളം വിട്ട് ആൺപാമ്പുകൾ പെണ്ണും പെരിയാറില്ല. ചില സാഹചര്യങ്ങളിൽ അത് വിട്ടുപോകുന്നു. സുരേഷ് ഒരു സാങ്കേതിക ശാസ്ത്രീയ അറിവുള്ള ഒരു പാമ്പ് പിടുത്തക്കാരനായിരുന്നില്ല. പക്ഷേ പാമ്പുമായിട്ട് സംവദിച്ചു തുടങ്ങിയ ശേഷം സുരേഷ് ശാസ്ത്രീയ ജ്ഞാനം നന്നായിട്ട് അങ്ങനെയാണ്. വരട്ടെ. നമസ്കാരം ബ്രിട്ടാസ്. കൂടെ ഇരിക്കുന്ന സുരേഷ് ഞങ്ങളുടെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും ICU യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് എങ്ങനെയാണ് ഇയാൾ ഇത് കുഴപ്പമാണെന്നും ഇപ്പം തന്നെ ഉടനെ ആശുപത്രിയിൽ പോകണമെന്നും മനസ്സിലാക്കുന്നത്. ഏതായാലും പുള്ളി വരുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു കടിയായിരിക്കും. അതിന് മാക്സിമം രീതിയിലുള്ള ആൻറ്റിസ്നേക്കിന് കൊടുക്കേണ്ടിയും വരാറുണ്ട്. ഡോക്ടർമാരെക്കാളും ജ്ഞാനം ഇപ്പോൾ സുരേഷ് ആർജിച്ചോ വിഷത്തിൻ്റെ കാര്യം? അല്ല സാർ, ഞാൻ പറയുന്നത് ഞാൻ മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവങ്ങളെ ആരാധിക്കുന്നില്ല അല്ല, പക്ഷേ ഇവരൊക്കെയാണ് എൻ്റെ ദൈവങ്ങൾ. പാമ്പ് കടി ഏറ്റുകഴിഞ്ഞ് വിഷം നന്നായി ശരീരത്തിൽ കയറിയെന്ന് അറിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരാൾക്ക് പാമ്പിനെ കാണുമ്പം പേടിക്കും. പാമ്പ് കടിച്ചാൽ പിന്നെ വിഭ്രാന്തിയായി, പേടിയായി. സുരേഷ് പാമ്പ് കടിച്ചു കഴിയുമ്പോൾ പ്രശ്നമില്ല, ഒന്ന് രുചിച്ചു നോക്കും. ആ രുചിയിൽ നിന്ന് സുരേഷിന് മനസ്സിലാവും പാമ്പ് എത്രത്തോളം വിഷം കയറി അല്ലേ? അതെ. അപ്പോൾ ഒരു പേടിയും സുരേഷിനില്ല ഇതുവരെ തോന്നിയിട്ടില്ല. ഇന്ന് വരെ ആശുപത്രിയിലേക്ക് പോകുന്നു, ICUയിലേക്ക് മാറ്റുന്നു. അതിനിടയിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ ചില ആൾക്കാർ അവസാന നോട്ടത്തിനായി സുരേഷിൻ്റെ അടുത്തേക്ക് വരുന്നു. ഒരു നോട്ടം നോക്കട്ടെ എന്ന്. ആ സമയത്ത് സുരേഷിന് പേടിയില്ല. ഒരിക്കലും ഞാൻ ചിരിച്ചുകൊണ്ട് സാറിനോട് ചോദിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ടേ കിടന്നിട്ടുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ വിശ്വസിക്കുന്നു. ഭൂമിയിൽ ഒരു ജീവിയുടെയും ഇണചേരൽ അത് ഒരു പ്രകൃതി നിയമമാണ്. നമ്മൾ അതിനെ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പല മൃഗങ്ങളും ബലാത്കാരമായിട്ട് ഇണയെ കീഴ്പ്പെടുത്താറുണ്ട്. പാമ്പുകൾ അങ്ങനെ ചെയ്യാറില്ലേ?
ഒരിക്കലും ഇല്ല എന്നുള്ള. കാരണം മാറ്റിംഗ് സമയത്ത് രണ്ടുപേരും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇവ ഇണയാകത്തുള്ളൂ.